ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ ജനതയെ ഒന്നാകെ തുടച്ചു നീക്കുമെന്ന ട്രംപിന്റെ ഭീഷണി. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുമെന്നും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ താനും ജനങ്ങളും തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ കടുത്ത ആശങ്കയിൽ ലോകം. സ്വന്തം പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിവിധ എംബസികൾ. ഇറാനിലുള്ള ഇന്ത്യക്കാർ 48 മണിക്കൂർ പുറത്തിറങ്ങരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം. കൊട്ടിക്കലാശം ആഘോഷമാക്കി മുന്നണികൾ. പലയിടത്തും നേരിയ സംഘർഷം. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. കേരളം മറ്റന്നാൾ വിധി എഴുതും. കേരളത്തിന്റെ മനസ്സ് LDF-നൊപ്പമെന്ന് മുഖ്യമന്ത്രി. UDF-ന് 100-ലേറെ സീറ്റുകൾ ഉറപ്പെന്ന PK കുഞ്ഞാലിക്കുട്ടി. തട്ടിപ്പ് സർവേയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് VD സതീശൻ. സീറ്റ് എണ്ണം 2 അക്കം തികയ്ക്കുമെന്ന BJP. പത്തനാപുരത്തെ റോഡ് ഷോയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പോമോനെ വിജയ പരാമർശം ആവർത്തിച്ച് രേവന്ത് റെഡ്ഡി. പിണറായിയുടെ ഡാഷ്മോനെ രേവന്ത പരാമർശം അനുഗ്രഹമായി കാണുന്നുവെന്നും പരിഹാസം. കേരളത്തിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി തെലങ്കാന മുഖ്യമന്ത്രിക്ക് പിണറായിയുടെ മറുപടി കത്ത്. നവകേരളം സൃഷ്ടിച്ച് മാതൃക കാണിച്ച് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല റിവ്യൂ ഹർജികളിൽ തീരുമാനം പിന്നീടെന്ന് സുപ്രീം കോടതി. ആദ്യം തീരുമാനമെടുക്കുക നിയമവിഷയങ്ങളിൽ. 9-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുക 3 ദിവസങ്ങളിലായി. ഏകപക്ഷീയ തീരുമാനം എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. വിദഗ്ധർ, പണ്ഡിതർ എന്നിവരുടെ അഭിപ്രായം കേൾക്കണം. വിവാദ ശബ്ദരേഖയുമായി മാത്യു കുഴൽനാടൻ. പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ പുറത്തുവിട്ടു. മാത്യു T തോമസിനും പങ്കുണ്ടെന്ന് ഓഡിയോയിൽ. AI വഴി നിർമ്മിച്ചതെന്ന് കൃഷ്ണൻകുട്ടി. ദുരാരോപണമെന്ന മുഖ്യമന്ത്രി. പെരമ്പൂർ മണ്ഡലത്തിൽ TVK നേതാവ് വിജയുടെ പത്രിക സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി DMKയുടെ എതിർപ്പുകൾക്കിടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം അംഗീകരിച്ചു.